ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് 27 ഓഗസ്റ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നും ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ വ്ളോഗിലൂടെ ഇങ്ങനെ നോക്കാം. അപ്പോൾ രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട് നീറ്റ് അപ്പം തന്നെ ഷാന വിളിച്ചു. ഷാവടനിലായിരുന്നു, വീട്ടിലാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ആ ഒരു രാവിലത്തെ മോർണിംഗ് കോൾ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ശേഷം കുറച്ച് നേരം യൂട്യൂബ് ഉണ്ട്, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് വന്നതെന്നൊന്ന് ചെക്ക് ചെയ്തു. ജസ്റ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൂടെ വെറുതെ ഒന്ന് ഷോർട്സ് കണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞു. ഫ്രഷ് ആവലും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ച് അരി ഒന്ന് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. എൻ്റെ ഉമ്മക്ക് കുറേ കോഴികളുണ്ട് കേട്ടോ. കുറേ കോഴികളെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കോഴികൾ തന്നെയാണ്, മാഷാ അല്ലാ. അപ്പം അതുങ്ങൾക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് ഒരു തന്ന ഒരു എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് കുറച്ചധികം പരിപാടികളൊക്കെ തീർക്കാനുണ്ട്. ഒന്ന് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടിയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് വന്നു. അപ്പം ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തീർത്തു. ഇന്ന് പുറത്ത് പോകാനുള്ള സ്ഥിതിക്ക് എന്തായാലും പെട്ടെന്ന് റെഡി ആവാണ്ടായിരുന്നു. അപ്പം ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും തീർന്നു പോകും. അപ്പം പോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ ബാഗൊന്ന് വേണം. ബാഗ് പൊതുവേ പുറത്ത് പോകാൻ നേരത്തെ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടാവുമല്ലോ നമുക്ക് എങ്ങനെ ആയാലും. അപ്പം അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഫ്രഷായി മാറ്റാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ബാഗിലേക്ക് നമ്മളെ ഫോണ്, ചാർജർ, പവർ ബാങ്ക് അങ്ങനത്തെ മെയിൻ അത്യാവശ്യമുള്ള കാര്യങ്ങളും പിന്നെ ചെറുതായിട്ട് മഴൻ്റെ ഒരു സിംറ്റംസ് ഉണ്ടായതുകൊണ്ട് അമ്പർല കാര്യങ്ങൾ അതും എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കുള്ള ഷോപ്പിങ്ങൊക്കെ ഞാൻ നേരത്തെ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ 3-4 ദിവസം മുന്നേ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ വെറുതെ റീൽസ് തോണ്ടിക്കുത്തിരിക്കുമ്പോഴാണ് എനിക്കൊരു വീഡിയോ കിട്ടിയത്. നമ്മൾ ഫുഡീഷാൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടു ഓഫേഴ്സ് ഉള്ള ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ 2-3 ദിവസം മുന്നേ ലെനൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ പോയ സ്ഥിതിക്ക് എൻ്റെ ഷോപ്പിങ്ങും ഞാൻ അതിൻ്റെ കൂടെ തന്നെ തീർത്ത് വെച്ചു. നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൈ 1 ഗെറ്റ് 2, ബൈ 2 ഗെറ്റ് 1, അങ്ങനെ ഒരു 5-6 ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് ഒപ്പിച്ചു. ഒരു ചെറിയ ബഡ്ജറ്റിൽ അങ്ങനെ ഡ്രസ്സ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ലാഭപരിപാടി തന്നെ. 5-6 ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ 2 ഡ്രസ്സിൻ്റെ റേറ്റ് എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫ്രീ ആയിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങും പിന്നെ നെക്സ്റ്റ് മന്താണ് ഇനി ആനിവേഴ്സറി വരാനുള്ളത്. അപ്പം അതിലേക്കുള്ള ഷോപ്പിങ്ങും അത് രണ്ടും ഞാൻ അതിൻ്റെ കൂടെ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണൊന്നും എടുത്ത് നോക്കിയപ്പം ട്യൂഷൻ്റെ കുറേ തോരാ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാണ്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന മെസ്സേജസിനൊക്കെ ഇങ്ങോട്ട് റിപ്ലൈ കൊടുത്തു. അപ്പം കുറേ പേര് ചോദിക്കലിൻ്റെ ട്യൂഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. KG to 12th വരെയുള്ള സ്റ്റുഡൻസിന് എല്ലാ സിലബസും ഏതിപ്പം ICC ആയിട്ടൊക്കെ കേരള സിലബസോ ഏത് CBSE ആയാലും ഏത് സിലബസും KG to 12th ഉള്ള എല്ലാ സബ്ജക്റ്റും ഫുൾ സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സബ്ജക്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഏതെങ്കിലും സെലക്റ്റഡ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഡെമോ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഡെമോ ക്ലാസ് ഉണ്ട്. എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഇനിയിപ്പോൾ കസിൻസിനോ സ്വന്തം മക്കൾക്ക് ആയിക്കോട്ടെ ട്യൂഷന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫുള്ള് അവർ ക്ലിയർ ചെയ്ത് തരുന്നോളൂ. അങ്ങനെ പിന്നെ മെസ്സേജസിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആൻറ്റി ഇറങ്ങി സെയിം ബസ്സിൽ തന്നെ എനിക്ക് കയറാമല്ലോ. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയായി താഴോട്ട് പോയി. ഇനി ഉപ്പൻ ഒന്ന് റെഡി ആയിട്ട് വേണം, ഉപ്പ് ഡ്രോപ്പ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക്.
പിന്നെ എൻ്റെ ട്യൂഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി വന്നിട്ടൊക്കെ വേണം ട്യൂഷന് കാര്യങ്ങളൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ട്യൂഷൻ എടുക്കൽ 2 o'clock മുതൽ എങ്ങനെയായാലും ഒരു 8-8:30 വരെ കണ്ടിന്യൂസ് ക്ലാസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെത് എങ്ങനെയായാലും ഡെയിലി ഒരു 3-4 കുട്ടികൾക്ക് എന്തായാലും ക്ലാസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അയച്ചതോ അല്ലെങ്കിൽ ഡൗട്ട് അയച്ചതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെയിലി ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതൊക്കെ പിന്നെ മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. 24 hours എന്ത് ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് അപ്പം അതിനുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ഇത് രാവിലെ ഞാൻ മെസ്സേജ് നോക്കിയതിനുള്ള ഡീറ്റെയിൽസിനും ഇതിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സിനൊക്കെ അങ്ങോട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് അടുത്ത വന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കലായിരുന്നു നെക്സ്റ്റ് പരിപാടി. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ ടൈം ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് പരിപാടി ബസ് കാത്തുക്കുക. ഞാൻ കുറച്ച് നേരം ഒന്ന് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കയറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൽ ഒത്തും മുഷ്കിലേനു. വെയിൽ രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ടാണ് കുടയൊക്കെ എടുത്ത് പോകുന്നത്. പിന്നെ കൊട്ടം വെയിലേനു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചെയ്തിട്ടു. ആൻറ്റി പറഞ്ഞാൽ ഉമ്മൻ്റെ സിസ്റ്ററും മോനും ഉണ്ടായിരുന്നു. അപ്പം ഒരു കയറിയ ബസ്സിൽ തന്നെ ഞാൻ കയറി. അങ്ങനെ ഞങ്ങൾ മാനാഞ്ചിറ പോയി ഇറങ്ങി. മാനാഞ്ചിറയിൽ നിന്ന് ഗാന്ധി റോഡിൽ പാലം ഇറങ്ങില്ല, പ്രൊവിഡൻസിൻ്റെ പാലം ഇറങ്ങിയ ഉടനെ തന്നെയാണ് ഒരു മന്തിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ സൈഡിലൂടെ പോയാൽ മൂന്നാമത്തെ തന്നെയാണ് ഷോപ്പ് വരുന്നത്, സിയോറ. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടുന്നാണ് ഡ്രസ്സ് എടുത്തിരുന്നത്. അപ്പം ഓഫേഴ്സ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 27th 30th വരെയാണ് ഓഫേഴ്സ് കാര്യങ്ങളുള്ളത്. ഇനി ഓഫർ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം അവിടെ തന്നെ പോയി 2-3-4 ഡ്രസ്സ് വീണ്ടും ഷോപ്പ് ചെയ്തു. അങ്ങനെ അവിടുത്തെ പരിപാടികളും ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ വീണ്ടും ഓട്ടോ കയറി കോയൻകോല് പോകാണ്ടായിരുന്നു SM സ്ട്രീറ്റിൽ. അപ്പം അതൊക്കെ ഒന്ന് തീർക്കാനുണ്ടായിരുന്നു. അവിടെ 2-3-4 ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പം എന്നോട് രാവിലെ വിളിച്ച് ചോദിച്ചു ഫ്രീ ആണോ, നമ്മളിങ്ങനെ പോകാമെന്ന് ചോദിച്ചു. ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പറഞ്ഞു ഓക്കെ വൈ നോട്ട്, ഞാൻ ഫ്രീ ആണല്ലോ രാവിലെയൊക്കെ. ഉച്ചൻ്റെ ശേഷമല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഫ്രീ ആണ്. അപ്പം ഏതായാലും പോയാലും എനിക്കൊരു കണ്ടൻറ്റും ആവും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഷോപ്പിൽ ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ വൈ നോട്ട്, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ പാർട്ടി വെയർ ആയിക്കോട്ടെ, കാഷ്വൽസ് ആയിക്കോട്ടെ, നോർമൽ ജീനിലേക്ക് ഇടാൻ പറ്റിയ ടോപ്സ് കാര്യങ്ങൾ, കുട്ടികളെ ടോപ്സ് കാര്യങ്ങൾ, വലിയ കുട്ടികൾക്ക് നിന്നാലോ ഒരു 18 above ഉള്ള കുട്ടികൾക്ക് കോളേജിലേക്കൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയ്യൂബ് കാക്കൻ്റെ ഷോപ്പിൽ പോയി അവിടുന്ന് മോൻക്ക് ഷൂ ഒക്കെ വാങ്ങി. അപ്പം ആ പരിപാടികളൊക്കെ തീർത്തതിൻ്റെ ശേഷം ഞങ്ങളിതാ കലന്തൻസ് കയറി. ഒരു ഫലൂദ, ഞാനൊരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല ഫേസൊക്കെ ഡള്ളായി, നല്ല വെയിലത്തൊക്കെ നടന്നതല്ല. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മഴയൊക്കെ പെയ്തിരുന്നു. പിന്നെ ഫോൺ എല്ലാം കൂടി ഒറ്റയടിക്ക് നടക്കൂലല്ലോ. അങ്ങനെ വീട്ടിലെത്തി. ട്യൂഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ ചെറിയൊരു കുക്കിംഗ് പരിപാടിയും ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ അറിയില്ല. എങ്ങോട്ടാന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. രാത്രി 10 മണിയായി സമയം. എങ്ങോട്ടാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോയോക്കാം. ഒരു 9 വരെ ഒക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു കണ്ടപ്പോൾ നമ്മൾ പുറത്ത് പോകാമെന്നവേ മാറ്റി റെഡി ആവുന്നതാണ് കണ്ട്. അപ്പോൾ പിന്നെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവമാണെന്നൊക്കെ അറിയാം. അതിൻ്റെ ഇടയിൽ നടന്ന സംഭവമൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്ത് തന്നു. ഓൾറെഡി ഡ്രസ്സ് എടുത്ത് തന്നല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവിടെ നടന്നു. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് കേക്ക് ബോക്സ് കയറി ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. കാരണം വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ വിചാരിച്ചു കേക്കൊക്കെ കട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ ടൈമൊക്കെ ആയപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഉറങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ തലേന്നത്തെ ഒരു ഡേ. ഇങ്ങനെയൊക്കെയായിരുന്നു. എല്ലായ്പ്പോഴും ഇങ്ങനെയല്ല, ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗും അത് റിലേറ്റഡ് ആയിട്ടൊരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.